മഞ്ഞണിഞ്ഞ കസഖ്സ്ഥാൻ ട്രാവൽ ലിസ്റ്റിൽ പെട്ടെന്നാണ് കടന്നു വന്നത്. ഒരാഴ്ച രാജ്യത്തെക്കുറിച്ച് അറിയുവാൻ റിസർച്ച് നടത്തി. വിസ്തൃതിയുടെ കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ 9ാം സ്ഥാനമുള്ള കരബന്ധിത രാജ്യമാണ് കസഖ്സ്ഥാൻ. 3 വശവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട അൽമാട്ടി പ്രകൃതി സൗന്ദര്യത്തിൽ ഏറെ മുന്നിലാണ്. യൂറോപ്പിൽ റഷ്യ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, മധ്യേഷ്യൻ രാജ്യങ്ങളായ കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ, കാസ്പിയൻ കടലോരം എന്നിവയാണ് കസാക്കിസ്ഥാന്റെ അതിർത്തികൾ. വിസ്തൃതിയിൽ മാത്രമല്ല ഭൂപ്രകൃതിയിലും വൈവിധ്യപൂർണമാണ് ഈ രാജ്യം. ജനങ്ങളിൽ കൂടുതലും കസാക്കുകാരാണ്. ഇസ്ലാമാണ് ഏറ്റവും വലിയ മതം. കസാക്ക് ഭാഷയാണ് ഔദ്യോഗിക ഭാഷ. റഷ്യൻ ഭാഷയും ഉപയോഗിക്കപ്പെടുന്നു. പോകാനുള്ള മാർഗവും വിസ ഫോർമാലിറ്റീസും കാലാവസ്ഥയും എല്ലാം ഒന്ന് മനസ്സിലാക്കി. തയ്യാറെടുപ്പുകൾ പെട്ടെന്നായിരുന്നു. ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും 3.5 മണിക്കൂർ കൊണ്ട് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ എത്താവുന്ന രാജ്യമാണ് കസഖ്സ്ഥാൻ. ഇൻഡിഗോയുടെയും എയർ അസ്താനയുടെയും ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഉണ്ട്. താരതമ്യേന വിലക്കുറവും നല്ല സർവീസും. കസഖ്സ്ഥാൻ ഇന്ത്യക്കാർക്ക് 14 ദിവസത്തേക്ക് വിസ ഫ്രീ ആണ്. മറ്റു യാതൊരുവിധ ഫോർമാലിറ്റീസും ഇല്ല. ചില സമയങ്ങളിൽ റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് വൗച്ചർ എന്നിവ ചോദിക്കാറുണ്ട്. ഇൻഡിഗോയുടെ ഡയറക്റ്റ് വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നത് രാത്രി 10 മണിക്കാണ്. പുലർച്ചെ 1:30 അൽമാട്ടിയിലെത്തും. ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. സോളോ ട്രാവലർ ആണോ എന്ന് മാത്രം ചോദിച്ചു. പുലർച്ചെ എത്തുന്നത് കാരണം ഹോട്ടൽ പിക്കപ്പ് എടുത്തിരുന്നു. നെയിം ബോർഡുമായി ഡ്രൈവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് തന്നെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുകയും സിം കാർഡ് എടുക്കുകയും ചെയ്തു. അൽമാട്ടിയിലെ പ്രശസ്ത ലാൻഡ്മാർക്കുകളിൽ ഒന്നായ ഹോട്ടൽ കസഖ്സ്ഥാനാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. കസഖ്സ്ഥാൻ റിപ്പബ്ലിക്കിന്റെ പൈതൃകമായ അൽമാട്ടി മെട്രോപോളിസിന്റെ ചരിത്ര സ്മാരകമാണ് ഹോട്ടൽ കസഖ്സ്ഥാൻ. 26 നിലകളുള്ള 102 മീറ്റർ ഉയരമുള്ള സ്വർണ്ണ കിരീടം ചൂടി നിൽക്കുന്ന ഒരു സോവിയറ്റ് കാല സ്മാരകം. ഹോട്ടലുമായി കൊളാബ് ചെയ്യുന്നതിനാൽ 24ാം നിലയിലെ മലനിരകളും സൂര്യോദയവും സാധ്യമാകുന്ന ഒരു സ്വീറ്റ് റൂം തന്നെ ഫ്രീ അപ്ഗ്രേഡ് വഴി ലഭിച്ചു. വിശാലമായ ബെഡ്റൂം, സ്വീകരണമുറി, വലിയ ബാൽക്കണികൾ. ജനാലയുടെ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന അൽമാട്ടി നഗരത്തിന്റെ ആകാശക്കാഴ്ച അപാര ഭംഗിയായിരുന്നു. അൽമാട്ടിയിലെ പാംഫിലോ പാർക്കിന് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കത്തീഡ്രലാണ് സെൻകോ കത്തീഡ്രൽ അഥവാ അസെൻഷൻ കത്തീഡ്രൽ. 1907 പണി കഴിപ്പിച്ച റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയാണ് സെൻകോ കത്തീഡ്രൽ. പ്രശസ്ത വാസ്തുശില്പിയായിരുന്ന ആൻഡ്രേസ് സെൻകോവിന്റെ രൂപകൽപ്പനയായിരുന്നു ഈ പള്ളി. പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച ഈ പള്ളിയിൽ ആണികൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഇതിന്റെ നിർമ്മാണ പ്രത്യേകതയാണ്. കത്തീഡ്രലിന്റെ പുറംഭാഗം പോലെ തന്നെ അകവശവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അകത്തെ കൊത്തുപണികളും പെയിന്റിങ്ങുകളും അതിശയിപ്പിക്കുന്നവയാണ്. അൽമാട്ടിയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. അൽമാട്ടി മെട്രോ സ്റ്റേഷനുകളിലെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയെക്കുറിച്ച് കേട്ടിട്ടുള്ളതിനാൽ അത് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് നടക്കാവുന്ന ദൂരത്താണ് മെട്രോ സ്റ്റേഷൻ. അൽമാട്ടിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ നല്ലതാണ്. ഇതിനായി റീചാർജ് ചെയ്യാവുന്ന 3 വർഷ കാലാവധിയുള്ള ഒനേ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ സ്മാർട്ട് യെല്ലോ ടോക്കണും മെട്രോ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നു. 80 ടെങ്കയാണ്, ഏകദേശം 15 രൂപയാണ് ചാർജ്. കുട്ടികൾക്കിത് 40 ടെങ്കയും. കസഖ്സ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായപ്പോൾ 1988 അൽമാട്ടി മെട്രോയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് പണി തുടരാനായില്ല.
പിന്നീട് പടിപ്പടിയായി നിർമ്മാണം ആരംഭിച്ച് ഏകദേശം 23 വർഷങ്ങൾക്ക് ശേഷമാണ് മെട്രോ സ്റ്റേഷൻ ഇന്നത്തെ ഈ നിലയിൽ പ്രവർത്തനക്ഷമമായത്. ഓരോ സ്റ്റേഷനും വ്യത്യസ്ത തീമാറ്റിക് പാനൽ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കസഖിസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശേഷ ഗ്രാനൈറ്റ് കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അൽമാട്ടി മെട്രോ സ്റ്റേഷൻ ടൂർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അൽമാട്ടിയുടെ കിഴക്കൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോക്ടോബെ മലമുകളിലുള്ള ഒരു എന്റർടൈൻമെന്റ് പാർക്കാണ്. കേബിൾ കാറിൽ ഏകദേശം 1100 മീറ്റർ ഉയരമുള്ള കുന്നിന് മുകളിലെത്താം. 5000 ടെങ്കയാണ്, ഏകദേശം 1000 രൂപയാണ് മുകളിൽ പോയി വരുന്നതിനുള്ള ചാർജ്. 1983 നിർമ്മിച്ച 373 മീറ്റർ ഉയരമുള്ള അൽമാട്ടി ടെലിവിഷൻ ടവർ ഇവിടെയാണ്. ഇവിടുത്തെ ബീറ്റിൽസ് ബെഞ്ച് വെങ്കല സ്മാരകം പ്രശസ്തമാണ്. നിങ്ങളൊരു ബീറ്റിൽസ് ഫാൻ ആണെങ്കിൽ തീർച്ചയായും നൊസ്റ്റാൾജിക് ആകും. മലനിരകളും നഗരഭംഗിയും ആസ്വദിക്കാനായി ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. പാംഫിലോ പാർക്കിനുള്ളിലെ മറ്റൊരു കാഴ്ചയാണ് പാർക്ക് ഓഫ് 28 പാംഫിലോ ഗാർഡ്സ്മെൻ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മരിച്ച അൽമാട്ടിയിൽ നിന്നുള്ള 28 സൈനികരെ അനുസ്മരിപ്പിക്കുന്ന യുദ്ധസ്മാരകമാണ് പാർക്ക് ഓഫ് 28 പാംഫിലോ ഗാർഡ്സ്മെൻ. യുദ്ധസമയത്ത് മോസ്കോയിലെ ഫാസിസ്റ്റ് ടാങ്കുകളുടെ മുന്നേറ്റം തടഞ്ഞ് വീരമൃത്യു വരിച്ച 28 ധീര പട്ടാളക്കാരായ പാംഫിലോ ഡിവിഷന്റെ പേരിലാണ് പാർക്കിന് ഈ പേര് നൽകിയിരിക്കുന്നത്. അൽമാട്ടിയിലെ ക്ലൈമറ്റ് അപ്രതീക്ഷിതമായി മാറിയത് അടുത്ത ദിവസത്തെ എൻ്റെ എല്ലാ പ്ലാനും തെറ്റിച്ചു. ഒരു മഴയും അതേ തുടർന്നുണ്ടായ സ്നോഫോളും. ഇത്രയും ഭംഗിയുള്ള സ്നോഫോൾ ഞാൻ ആദ്യമായാണ് കാണുന്നത്. നക്ഷത്ര രൂപത്തിൽ ഇടതടവില്ലാതെ മഞ്ഞ് പൊഴിയുന്നത് കാണാൻ നല്ല രസമാണ്. കുറച്ചു കഴിഞ്ഞ് നിൽക്കുമെന്ന് കരുതിയ സ്നോഫോൾ ഏകദേശം രാത്രി 12 മണിവരെ തുടർന്നു. അതോടെ അന്തരീക്ഷം ആകെ തണുത്തു. -13 നിന്ന് -20 വരെയായി തണുപ്പ്. യാസീൻ ബ്ലോഗ് വഴി പരിചയപ്പെട്ട അൽമാട്ടിയിലെ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് അഫ്സലാണ് മെഡിക്കൽ സ്റ്റുഡൻ്റായ നൂറയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അടുത്ത ദിവസം അവധിയായതിനാൽ നൂറയും സുഹൃത്തായ അന്നയും അസറും എനിക്ക് കമ്പനി തന്നു. ഓത്തന്റിക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ലഭിക്കുന്ന ഡൽഹി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇന്ത്യക്കാർ ഒത്തുകൂടി. ഇവിടെ വെച്ച് അവധി ആഘോഷിക്കാനെത്തിയ ആഷിഖ്, റോഷ്മൻ, ഷാമിൽ എന്നിവരെയും ഞങ്ങൾ പരിചയപ്പെട്ടു. അൽമാട്ടി സിറ്റി റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിന്റെ 30ാം നിലയിലെ ഈ റെസ്റ്റോറൻറ്റും ഒബ്സർവേഷൻ ഡെക്കും സൂപ്പറാണ്. അൽമാട്ടി നഗരത്തിൽ നിന്നും കുറച്ചു മാറിയാണ് ഫസ്റ്റ് പ്രസിഡന്റ്സ് പാർക്ക്. കസക്കിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് നൂർ സുൽത്താൻ നസർബയേവിന്റെ പേരിലുള്ളതാണ് ഫസ്റ്റ് പ്രസിഡന്റ്സ് പാർക്ക്. അൽഫറാബി അവന്യൂവിൽ അൽമാട്ട കുന്നിന് താഴെയായി 73 ഹെക്ടർ വിസ്തൃതിയുള്ള നിറയെ വൃക്ഷങ്ങളും നടപ്പാതകളും ജലധാരകളും കൂടാതെ ആംഫി തിയേറ്ററും. ഇരുവശവും മഞ്ഞു മൂടിയ വൃക്ഷങ്ങൾക്കിടയിലൂടെയുള്ള നടപ്പാത കാണാൻ നല്ല ഭംഗിയാണ്. അതിലൂടെ നടക്കാൻ അതിലേറെ രസവും.
സിറ്റിയിൽ നിന്നും അരമണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ബിഗ് അൽമാട്ടി ലേക്കിലെത്താം. ബിഗ് അൽമാട്ടി ലേക്ക് കാണുവാനായി പോയെങ്കിലും സ്നോഫോൾ കൂടുതലായതിനാൽ എത്താൻ കഴിഞ്ഞില്ല. പോകും വഴിയുള്ള സീനറികൾ അപാര ഭംഗിയാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഹെർബൽ മൗണ്ടൻ ടീ പ്രശസ്തമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. അൽമാട്ടിയിൽ നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് തലസ്ഥാനമായ അസ്താനയിലെത്താം. അസ്താന സന്ദർശിക്കുവാനുള്ള പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്ചറൽ മാർവൽ മസ്ജിദായ നൂർ അസ്താന മസ്ജിദ് കാണുവാനായിരുന്നു. അസ്താന സിറ്റിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നൂർ അസ്താന മസ്ജിദ് ഒരു വാസ്തുവിദ്യാ മാസ്റ്റർ പീസാണ്. മികച്ച രൂപകൽപ്പന, ഉയർന്ന മിനാരങ്ങൾ, വലിയ താഴികക്കുടങ്ങൾ, പ്രാർത്ഥനാ ഹാളുകൾ, കൊത്തുപണികൾ, വർണ്ണ ചില്ലുജാലകങ്ങൾ, പ്രത്യേക കളർ സ്കീമുകൾ, ടൈൽ ആർട്ട്, ഷാൻഡ്ലിയേഴ്സ്. മസ്ജിദിന്റെ അകവശം കാണേണ്ടതു തന്നെ. വലിയ പ്രാർത്ഥനാ ഹാളുകൾ, പ്രത്യേക കളർ തീം ഖസാക്ക് ചിത്രപ്പണികളുള്ള പരവതാനിയാൽ അലങ്കരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ട് നിർമ്മിച്ച പരവതാനിയാണിത്. ഇന്ത്യയിലാണിത് നിർമ്മിച്ചുവെന്നത് അഭിമാനകരവും. എല്ലാ മതക്കാർക്കും പള്ളി സന്ദർശിക്കാവുന്നതാണ്. അസ്താന നഗരമധ്യത്തിൽ തന്നെയുള്ള ഹോട്ടൽ ബീജിംഗ് പാലസ് ആണ് താമസത്തിനായി ബുക്ക് ചെയ്തിരുന്നത്. 18ാം നിലയിലെ സ്വീറ്റ് റൂം ഫ്രീ അപ്ഗ്രേഡ് വഴി ലഭിച്ചിരുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള ഹോട്ടൽ. കാണേണ്ട സ്ഥലങ്ങളെല്ലാം വളരെ അടുത്തു. അസ്താനയിലെ പ്രശസ്തമായ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് കൂടിയായ ബെയ്ത്തരക് മോണ്യുമെന്റ്. ഭൂനിരപ്പിൽ നിന്ന് 97 മീറ്റർ ഉയരത്തിൽ പ്രത്യേക ആകൃതിയിലുള്ള ഈ ഡെക്കിന് മുകളിലേക്ക് എലിവേറ്റർ വഴി പോകാവുന്നതാണ്. മുകളിലെ നിരീക്ഷണ ഡെക്കിൽ നിന്ന് അസ്താന സിറ്റിയുടെ 360 ഡിഗ്രി കാഴ്ചകൾ കാണാം. അതിനും മുകളിലായുള്ള ലോബിയിൽ സ്വതന്ത്ര കസാക്കിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റായ നൂർ സുൽത്താന്റെ വലത് കൈയിലെ സ്വർണം പൂശിയ പ്രിന്റ് പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ശിലാഫലകത്തിൽ സന്ദർശകർക്ക് കൈവച്ച് മുദ്ര പതിപ്പിക്കാം. ഇവിടെ നിന്നുള്ള അസ്താന നഗരക്കാഴ്ച സൂപ്പറാണ്. അസ്താനയിൽ നടന്ന ലോക പരമ്പരാഗത മതങ്ങളുടെ കോൺഗ്രസിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തടി ശില്പവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് 14 ദിവസത്തേക്ക് വിസ ഫ്രീ ആയിട്ടുള്ള രാജ്യമാണ് കസക്കിസ്ഥാൻ. ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റും അവൈലബിൾ ആണ്. എല്ലാ റേഞ്ചിലുള്ള ഹോട്ടൽസും ഹോസ്റ്റൽസും എയർബിഎൻബികളും ലഭ്യമാണ്. ഗോ ഇബിബോ സൈറ്റ് വഴിയാണ് ഞാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യാറ്. വിന്ററിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ എത്തിയതെങ്കിലും നല്ല തണുപ്പ് തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായി കാലാവസ്ഥ മാറാറുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ സൗകര്യപ്രദമാണ്. റീചാർജ് ചെയ്യാവുന്ന ഒനേ കാർഡുകൾ ലഭ്യമാണ്. 2GIS ആപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇവ ഉപയോഗപ്രദമാണ്. ഭാഷ പ്രശ്നമാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അത്യാവശ്യമാണ്. യാൻടെക്സ് ഗോ ടാക്സി ആപ്പാണ് ഞാൻ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ഉപയോഗിക്കാൻ എളുപ്പവും സൗകര്യപ്രദവും കൃത്യതയും. നാട്ടിൽ നിന്ന് $US ഞാൻ കൊണ്ടുപോയത്. എയർപോർട്ടിൽ മണി എക്സ്ചേഞ്ചും സിം കാർഡ് എടുക്കുന്ന സ്ഥലവും അടുത്തടുത്താണ്. എത്ര ദിവസം ഉണ്ടെന്നുള്ളതനുസരിച്ച് ഡേറ്റ പ്ലാൻ എടുക്കാവുന്നതാണ്.
കസാക്ക് ടെങ്കെയാണ് രൂപ. ഒരു USD അതായത് 450 ടെങ്കെ. 100 USDക്ക് 44,000 ടെങ്കെ. എയർപോർട്ടിലൊഴികെ മറ്റെവിടെയും ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഏകദേശം ഒരേ മൂല്യമാണ്. അതുകൊണ്ട് സിറ്റിയിൽ എക്സ്ചേഞ്ച് സ്ഥലങ്ങളിലോ ഹോട്ടലിലോ ബാങ്കിലോ എവിടെ വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ സൗജന്യമാണ്. ധാരാളം ഇന്ത്യൻ കുട്ടികളും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ട്. പഠന ചിലവ് താരതമ്യേന കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കസാക്കിസ്ഥാൻ. കസാക്കി ആളുകൾക്ക് ഇന്ത്യക്കാരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇന്ത്യൻ സിനിമകൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. ഹിന്ദി പാട്ടുകൾ അവർക്ക് വശമാണ്. ബോളിവുഡ് നടന്മാരെയും അവർക്ക് അറിയാം. ഭക്ഷണപ്രേമികളുടെ ഒരു പരദീസയാണ് ഇവിടം. തനത് രുചികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. കുതിരമാംസം ഇവിടുത്തെ പ്രധാന ഐറ്റമാണ്. വളരെ സ്വാദിഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഞാൻ മീറ്റ് കഴിക്കാറില്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കുതിരമാംസം ചേർന്ന വിഭവങ്ങൾ പ്രധാന മെനു ആണ്. സോളോ ട്രാവലേഴ്സിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്യാവുന്ന ഒരു രാജ്യമാണ് കസക്കിസ്ഥാൻ. ആളുകൾ പൊതുവെ ഫ്രണ്ട്ലിയാണ്. അൽമാട്ടിയും തലസ്ഥാനമായ അസ്താനയുമാണ് ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങൾ. അൽമാട്ടി മലനിരകളും തടാകങ്ങളും എല്ലാമുള്ള സ്ഥലമാണ്. അസ്താന ഒരു മോഡേൺ സിറ്റിയാണ്. ഓരോ കാലാവസ്ഥയിലും സ്ഥലങ്ങളുടെ ഭംഗി വെവ്വേറെയാണ്. കസക്കിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയതിനാൽ വിസയുണ്ടെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ യാത്രാനുഭവങ്ങൾ. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. വിവരണം ഇഷ്ടമായാൽ അഭിപ്രായം രേഖപ്പെടുത്തൂ. Yeah.